അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇവ എന്താണെന്നും അതേ കണക്ക് തന്നെ ഇവയ്ക്ക് എങ്ങനെയാണ് ചേഞ്ചുകൾ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് അല്ലേ. പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാം, അതാണ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ പണ്ട് കാലഘട്ടത്ത് രണ്ട് സിസ്റ്റംസുകളാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഒന്നാമത്തെ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് മെട്രിക് സിസ്റ്റം എന്നാണ്. രണ്ടാമത്തെ സിസ്റ്റം ഇംഗ്ലീഷ് സിസ്റ്റം. അങ്ങനെ രണ്ട് സിസ്റ്റംസുകളാണ് പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇതിനകത്ത് ഇംഗ്ലീഷ് സിസ്റ്റത്തെ അപേക്ഷിച്ച് മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു, മോർ അഡ്വാൻറ്റേജ് ആയിരുന്നു. അതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ മെട്രിക് സിസ്റ്റത്തിനകത്ത് ഫ്രാക്ഷൻസ് വാല്യൂ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫ്രാക്ഷൻസ് വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മെട്രിക് സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഫ്രാക്ഷൻസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് സിസ്റ്റത്തെ അപേക്ഷിച്ച് മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് മോർ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് സിസ്റ്റവും അല്ല, ഇതിനെക്കാട്ടിയും കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റമാണ് SI സിസ്റ്റം. SI സിസ്റ്റത്തിന്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സിസ്റ്റം. സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സിസ്റ്റം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാം ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതേ കണക്ക് അവയുടെ SI യൂണിറ്റുകളും എന്താണ്. ഓക്കെ, ശരി. പിന്നെ അത് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ഫിസിക്സിനകത്തും പഠിച്ചിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ മെഷർമെന്റ് ഏതാണെന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലെങ്ത് നമ്മൾ സൂചിപ്പിക്കുന്നത് സ്മോൾ L എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് സൂചിപ്പിക്കുന്നത്? സ്മോൾ L എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ് പറയുന്നത്. SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മീറ്റർ. നമ്മൾ ഇതിനെ M എന്ന് പറയുന്ന സ്മോൾ M എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യും, സൂചിപ്പിക്കും. അടുത്തത് മാസ് ആണ്. മാസിനെ നമ്മൾ സ്മോൾ M എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. കിലോഗ്രാമിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് K ക്യാപിറ്റൽ ലെറ്ററും G സ്മോൾ ലെറ്ററും ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ നമ്മൾ ക്യാപിറ്റൽ T കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, ടെമ്പറേച്ചറിന് മൊത്തം നമുക്ക് 3 യൂണിറ്റുകളാണുള്ളത്. ഒന്ന് ഡിഗ്രി സെൽഷ്യസ്, പിന്നെ ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, പിന്നെ കെൽവിൻ സ്കെയിൽ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കെൽവിൻ സ്കെയിലാണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ അളക്കുന്നത്. ഇനി അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് K ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിന്റെ എണ്ണം അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് N എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്, സ്മോൾ n എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് കറണ്ട്. കറണ്ടിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് I എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്, ക്യാപിറ്റൽ I എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കറണ്ടിനെ സൂചിപ്പിക്കുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ. ആംപിയറിനെ നമ്മൾ A എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാൻഡിലയാണ്. നമ്മൾ CD എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയാ ഒരുപാട്, ഇതിപ്പോ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസുകളേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ മെഷറബിൾ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസുകളുണ്ട്.
അപ്പൊ അവയും അവയുടെ യൂണിറ്റുകളും SI യൂണിറ്റുകളുമാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറെ നല്ല ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനിയും ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അതേ കണക്ക് തന്നെ റെസിസ്റ്റൻസ് ഉണ്ട്, അങ്ങനെ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് മാസ്, എന്താണ് വെയിറ്റ്. അപ്പോ നിങ്ങൾക്കൊരു സംശയം തോന്നാം, മാസും വെയിറ്റും ഒന്നല്ലേ എന്ന്. എന്നാൽ മാസും വെയിറ്റും എന്തല്ല, ഒന്നല്ല. മാസും വെയിറ്റും എന്താണ്, രണ്ടാണ്. ഓക്കെ, നമ്മൾ മാസിന് മലയാളത്തിൽ പിണ്ഡം എന്നാണ് പറയുന്നത്, വെയിറ്റിന് നമ്മൾ ഭാരം എന്നുമാണ് പറയുന്നത് അല്ലേ. എന്താണ് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് മാസ് എന്ന് ചോദിച്ചാല് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥത്തിനകത്ത് എത്ര മോളിക്യൂൾസുകൾ ഉണ്ടോ ആ മോളിക്യൂൾസുകളുടെ ആകെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത് മാസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. അതായത് ഒരു പദാർത്ഥത്തിനകത്ത് മൊത്തം എത്ര മോളിക്യൂൾസുകൾ ഉണ്ടോ ആ മോളിക്യൂൾസുകളുടെ ആകെ എണ്ണം, അതാണ് എന്തെന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് വെയിറ്റ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ മോളിക്യൂൾസുകളും എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയിറ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വെയിറ്റ് എന്ന് പറഞ്ഞാല് വെയിറ്റ് ഈസ് ദി മോളിക്യൂൾസ് exerted by a gravitational force. അതുകൊണ്ട് വെയിറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്, W is equal to m into g. ഓക്കെ, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മാസ് എന്താണ് നമ്മൾ പറഞ്ഞു, ഓരോ മോളിക്യൂൾസിന്റെയും ആകെ എണ്ണം. ഇപ്പൊ ഞാനൊരു പാർട്ടിക്കിൾ എടുക്കുകയാണ്, ഒരു സോളിഡ് പാർട്ടിക്കിൾ ആണ് എടുക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കോ, ഒരു 6 മോളിക്യൂൾ ഉണ്ട്. അപ്പൊ ഈ 6 മോളിക്യൂളിന്റെയും കൂടി സമ്മ്, അതാണ് എന്തെന്ന് പറയുന്നത്, ആ സോളിഡ് പാർട്ടിക്കിളിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഓരോ മോളിക്യൂൾസുകളും എന്ത് ചെയ്യാറുണ്ട്, ഓരോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സർട്ട് ചെയ്യാറുണ്ട് ഇല്ലേ. അപ്പൊ ഈ മോളിക്യൂൾസ് എക്സർട്ട് ചെയ്യുന്ന ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും, വെയിറ്റ് ആയിട്ട് മാറും. പറയാൻ മനസ്സിലായോ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസുകൾ ആണെങ്കിൽ അത് മാസ് ആയിരിക്കും. ഇനി ഈ ഓരോ മോളിക്യൂൾസുകൾ എന്ത് ചെയ്യാറുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടി എക്സർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവയുടെ ഗ്രാവിറ്റി കൂടി ഇതിന്റെ കൂടെ മൾട്ടിപ്പിൾ ചെയ്യും. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെയിറ്റ്. അപ്പോൾ മോളിക്യൂൾസുകൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടി എക്സർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും, വെയിറ്റ് ആയിട്ട് മാറും. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ അത് എന്തായിരിക്കും, മാസ് ആയിരിക്കും. ഓക്കെ, ശരി. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വോളിയമാണ്. വോളിയം നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്താണ് വോളിയം എന്ന് പറഞ്ഞാല്? വോളിയം അഥവാ വ്യാപ്തം എന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കുപ്പൈങ് സ്പേസ് ഓഫ് പാർട്ടിക്കിൾ ഈസ് കാൾഡ് വോളിയം. അതായത് ഒരു പദാർത്ഥത്തിന് ഇരിക്കുവാൻ എന്താവശ്യമാണ്, സ്പേസ് ആവശ്യമാണ് അല്ലേ. ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത്. ഓക്കുപ്പൈങ് സ്പേസ് ഓഫ് പാർട്ടിക്കിൾസ്. വോളിയത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ വി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. വോളിയത്തിനെ ഏത് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ക്യാപിറ്റൽ വി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കുപ്പൈങ് സ്പേസ് ഓഫ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് അല്ലേ. ഇനി വോളിയത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് വോളിയത്തിന്റെ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും എല്ലാം ഏതിനകത്താണ് നമ്മൾ SI യൂണിറ്റ് പറയുന്നത്, മീറ്ററിലാണ് പറയുന്നത് അല്ലേ. അപ്പൊ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, ദാറ്റ്സ് ഈക്വൽ ടു മീറ്റർ ക്യൂബ്.
ഇനി സെന്റിമീറ്ററിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്താന്ന് പറയാം, സെന്റിമീറ്റർ ക്യൂബ്. ശരി, അപ്പോ ഇതാണ് എന്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. SI യൂണിറ്റ് മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് എന്ന്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് വോളിയം. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഓക്കുപ്പൈങ് സ്പേസ് ഓഫ് പാർട്ടിക്കിൾ, ഒരു പദാർത്ഥത്തിന് ഇരിക്കാൻ ആവശ്യമായ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് വോളിയം എന്ന് പറയുന്നത്. വോളിയത്തിന്റെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, സാന്ദ്രത എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ മാസ് ആൻഡ് വോളിയം. വോളിയവും മാസും തമ്മിലുള്ള റേഷ്യോ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി നമ്മൾ സൂചിപ്പിക്കുന്ന D എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ m/v. ഓക്കെ, മാസ് ബൈ വോളിയം. ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. മാസിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഏതായിരുന്നു, കിലോഗ്രാം അല്ലേ. ശരി, വോളിയത്തിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മീറ്റർ ക്യൂബ് അല്ലേ. അപ്പോ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയാം, അല്ലെങ്കിൽ കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കാര്യം വോളിയത്തിന് 2 യൂണിറ്റുകളാണ് നമ്മൾ പറഞ്ഞത്. SI യൂണിറ്റ് മീറ്റർ ക്യൂബ് കൊണ്ട്, അല്ല നമ്മൾ സെന്റിമീറ്ററിലാണ് പറയുന്നത് സെന്റിമീറ്റർ ക്യൂബ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് ഡെൻസിറ്റിക്ക് 2 യൂണിറ്റുകൾ നമുക്ക് പറയാം, ഒന്നി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയാം, അല്ലെങ്കിൽ കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? ശരി, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയാലേ, താപനില. എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല്? ടെമ്പറേച്ചർ അഥവാ താപനില എന്ന് പറഞ്ഞാല് ഹീറ്റ് ഓഫ് എ ബോഡി. ഓക്കെ, എമൗണ്ട് ഓഫ് ഹീറ്റ് ഓഫ് എ ബോഡി. ഒരു പദാർത്ഥത്തിനകത്ത് എത്രത്തോളം ഹീറ്റ് അടങ്ങിയിട്ടുണ്ട്, അതാണ് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ടെമ്പറേച്ചർ ഓരോന്നിനും ഓരോന്നാണ്. അപ്പൊ നമ്മൾ ഐസ് എടുക്കുകയാണെങ്കിൽ ഐസ് വാട്ടർ ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഐസിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. ഈ 0 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യുന്ന സമയത്താണ് അത് എന്തായിട്ട് മാറുന്നത്, വാട്ടർ ആയിട്ട് മാറുന്നത്. ഇനി വാട്ടറിനെ നമ്മൾ വീണ്ടും ചൂടാക്കി എന്താക്കി മാറ്റും, സ്റ്റീം ആക്കി മാറ്റും ഇല്ലേ. സ്റ്റീം ആകുമ്പോഴത്തേക്കും അതിന്റെ ബോയിലിംഗ് പോയിന്റ് കഴിഞ്ഞു പോകും. അതായത് അപ്പോൾ അത് എത്രയായിട്ട് മാറും, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താന്ന് പറയാം, 0 ഡിഗ്രി സെൽഷ്യസിന്റെയും 100 ഡിഗ്രി സെൽഷ്യസിന്റെയും ഇടയിലാണ് എന്തുള്ളത്, വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ, കാര്യം 0 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ എന്തായിട്ട് മാറും, ഐസ് ആയിട്ട് മാറും. 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ എന്തായിട്ട് മാറും, സ്റ്റീം ആയിട്ട് മാറും അല്ലേ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് എന്തായിട്ട് മാറി, സ്റ്റീം, ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോയി. അപ്പോൾ ഇതിന് ഇടയിലുള്ള ടെമ്പറേച്ചർ, അതായത് 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും എന്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയും ഇല്ലേ. അപ്പൊ അതേ കണക്ക് ഓരോ ബോഡിക്കും എന്തുണ്ടായിരിക്കും, എത്രത്തോളം ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ ഉള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ കഴിവ് എത്രയാണെന്ന് നോക്കുക. ആ കഴിവാണ് അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓരോ ബോഡിക്കും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ പനി വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അവിടെ നിങ്ങളുടെ എന്ത് അളക്കാറുണ്ട്, ടെമ്പറേച്ചർ അളക്കാറുണ്ട്. അവിടെ അവർ അളക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ആണ് അളക്കുന്നത്, ശരീര ഊഷ്മാവ് അല്ലേ. അതായത് നിങ്ങളുടെ ബോഡിക്കകത്ത്, അതായത് മനുഷ്യന്റെ ശരീരത്തിലെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഈ 37 ഡിഗ്രി സെൽഷ്യസിനെ കാട്ടിയും കൂടുതലാണോ എന്ന് നോക്കും. അപ്പൊ അങ്ങനെ 37 ഡിഗ്രി കാട്ടിയും കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ടെമ്പറേച്ചർ കൂടുതലാണ് എന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ
ആ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ പനി എത്രത്തോളം കൂടുതലാണ് കുറവാണ് എന്നുള്ളത് അവർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ബോഡിക്കും എന്തുണ്ടായിരിക്കും, ഓരോ ഹീറ്റ് ഉണ്ടായിരിക്കും. ആ ഹീറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ടെമ്പറേച്ചർ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും 3 സ്കെയിലുകളാണ് ഉള്ളത്. ഒന്നാമത്തെ സ്കെയിലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിഗ്രി സെൽഷ്യസ് സ്കെയില്, രണ്ടാമത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഡിഗ്രി ഫാരൻഹീറ്റ്, മൂന്നാമത്തേനെ വിളിക്കുന്ന പേര് കെൽവിൻ സ്കെയിൽ. അങ്ങനെ മൊത്തം 3 സ്കെയിലുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 ഡിഗ്രി സെൽഷ്യസ്, 2 ഡിഗ്രി ഫാരൻഹീറ്റ്, 3 കെൽവിൻ സ്കെയിൽ. ഇതിനകത്ത് നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് വെച്ചാൽ ഡിഗ്രി സെൽഷ്യസും കെൽവിനും മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നത്, അല്ലേ? നിങ്ങൾ ഡിഗ്രി ഫാരൻഹീറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് പോലും കാണത്തില്ല, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ എന്തും കൂടി പഠിക്കാനുണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ നോക്കിക്കോ, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചറിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സ്കെയിലാണ് ഏതെന്ന് പറയുന്നത്, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ടെമ്പറേച്ചറുകളും എന്തിലാണ് പറയാറ്, ഡിഗ്രി സെൽഷ്യസിലാണ് പറയാറ്. ഇപ്പോ നമ്മൾ ഒരു പ്ലാന്റിൽ എടുക്കുകയാണെങ്കിലും അവിടെ മെഷീൻസുകൾ പ്രവർത്തിക്കുകയാണ്, ആ മെഷീൻസിന്റെ ടെമ്പറേച്ചറുകളെല്ലാം പറയുന്നത് എന്തിലായിരിക്കും, ഡിഗ്രി സെൽഷ്യസിലായിരിക്കും പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഏതെന്ന് പറയുന്നത്, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ SI സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ആണ് ഏതെന്ന് പറയുന്നത്, കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 273.15 ആഡ് ചെയ്ത് കൊടുക്കുക. എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ 0 ഡിഗ്രി സെൽഷ്യസ്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ സ്കെയിൽ എത്ര എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഡിഗ്രി സെൽഷ്യസിന്റെ കെൽവിൻ സ്കെയിലിലെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 0യോടൊപ്പം എന്ത് ആഡ് ചെയ്യുക, 273.15 ആഡ് ചെയ്യുക. എത്ര കിട്ടും, 273.15. അത്രയും കെൽവിൻ നമുക്ക്. ഓക്കെ, ശരി. മറ്റൊരു നമ്പർ 5 ഡിഗ്രി സെൽഷ്യസ്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ സ്കെയിൽ എത്ര, എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ എത്ര ആഡ് ചെയ്യുക, 273.15 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 278.15 കെൽവിൻ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എന്തിലോട്ട് മാറ്റുന്നത്, കെൽവിനിലോട്ട്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ശരി. ഇനി ഇതേ കണക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്കെയിലാണ് ഏതെന്ന് പറയുന്നത്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. ഡിഗ്രി ഫാരൻഹീറ്റ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലിനിക്കൽ തെർമോമീറ്ററിനകത്താണ് യൂസ് ചെയ്യുന്നത്. അറിയാലോ, തെർമോമീറ്റർ പല രീതിയിലുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ, നമ്മുടെ ലബോറട്ടറി തെർമോമീറ്റർ എല്ലാം ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ക്ലിനിക്കൽ തെർമോമീറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. അപ്പൊ അതായത് നിങ്ങളെ പനി വരുന്ന സമയത്ത് അവിടെ അളക്കുന്ന ആ തെർമോമീറ്റർ എന്ന് പറയുന്നത് എന്തിലുള്ളതായിരിക്കാം, ഡിഗ്രി ഫാരൻഹീറ്റിലുള്ളതായിരിക്കാം. മെയിനായിട്ട് ക്ലിനിക്കൽ തെർമോമീറ്ററിനകത്താണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് എങ്ങനെ മാറ്റാം, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ആണുള്ളത്. ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 എന്നാണ് ഇക്വേഷൻ. 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഒരെണ്ണം നോക്കാം നമുക്ക്. നമ്മളെ 0 ഡിഗ്രി ആണ് ആദ്യം നോക്കാം. 0 ഡിഗ്രി സെൽഷ്യസിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി ഫാരൻഹീറ്റ് എത്ര, എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ എടുക്കുക. 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ്, ഇവിടുത്തെ ഡിഗ്രി എത്രയാ, 0 ഡിഗ്രി അല്ലേ? അപ്പൊ 0 പ്ലസ് 32 ദാറ്റ്സ് ഈക്വൽ ടു ഈ ടേം മൊത്തം എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ബാക്കി നമുക്ക് എന്തെന്ന് കിട്ടും, 32 എന്ന് കിട്ടും, അല്ലേ? അപ്പൊ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എന്തിന് ഈക്വൽ എന്ന് പറയുന്നത്, 0 ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ എന്ന് പറയുന്നത്. ശരി, മറ്റൊരെണ്ണം നോക്കാം. 5 ഡിഗ്രി സെൽഷ്യസ് എത്ര കിട്ടുമെന്ന് നോക്കാം നമുക്ക്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 9/5 ഇൻറ്റു 5 പ്ലസ് 32. ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം, 5 5 ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 9 പ്ലസ് 32 എത്ര കിട്ടും, 41 ഡിഗ്രി.
കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് കണ്ടെത്തുന്നത്, ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഡിഗ്രി ഫാരൻഹീറ്റ് കണ്ടെത്തുന്നത്. പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ സ്കെയിലോ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ടു ഡിഗ്രി ഫാരൻഹീറ്റോ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ? ഇത്രയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഇതാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പുതിയൊരു ടോപ്പിക്കാണ് സയന്റിഫിക് ഫിഗേഴ്സ്. നിങ്ങൾ ഫിസിക്സിനകത്ത് സയന്റിഫിക് ഫിഗേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്താണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് നോക്കാം. സയന്റിഫിക് നൊട്ടേഷൻ നിങ്ങൾ കൊച്ചു ക്ലാസ്സിലേക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാനൊരു ഫ്രാക്ഷൻ എഴുതുക 2.5321778 ഇങ്ങനെ ഒരു നമ്പർ എഴുതുക. ഇതിങ്ങനെ ലെങ്തി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ? എങ്ങനെയാ ഷോർട്ട് ഫോമിൽ എഴുതുന്നത്? ആദ്യത്തെ 2 നമ്പേഴ്സുകൾ എഴുതുക. അതിനുശേഷം മൂന്നാമത്തെ നമ്പർ 5ൽ കൂടുതലാണോ 5ൽ കുറവാണോ എന്ന് നോക്കുക. മൂന്നാമത്തെ നമ്പർ ഇവിടെ എത്രയാ ഉള്ളത്? 2 ആണുള്ളത് അല്ലേ? 2 5നെക്കാട്ടിയും കുറവാണ്. 5നെക്കാട്ടിയും കുറവായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? അതിന്റെ തൊട്ടിപ്പുറത്തെ നമ്പർ ആയിട്ടുള്ള 3 അതേ കണക്ക് തന്നെ എഴുതുക. കണ്ടോ? അപ്പൊ നമുക്കിതിനെ ഈ വലിയ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? ചുരുക്കിതാ ഇങ്ങനെ എഴുതി. ഇനി ഇവിടെ 2ന് പകരം ഒരു 6 ആയിരുന്നെങ്കിൽ എങ്ങനെ എഴുതും? 6 ആയിരുന്നെങ്കിൽ ഇതാ നോക്കുക, മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 5നെക്കാട്ടിയും കൂടുതലാണ് അല്ലേ? 5നെക്കാട്ടിയും കൂടുതലായതുകൊണ്ട് അതിന് തൊട്ടിപ്പുറത്തെ നമ്പറിന്റെ കൂടെ എന്തും കൂടി കൂട്ടുക? 1 കൂടി കൂട്ടുക. കൂട്ടിയിട്ട് നമ്മൾ എങ്ങനെ എഴുതും? 2.54 എന്ന് എഴുതും. കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ലെങ്തി ആയിട്ടുള്ള ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 2 ഡിജിറ്റിനകത്താക്കി ചുരുക്കി എഴുതും. ഓക്കെ, ഇതാണ് സയന്റിഫിക് നൊട്ടേഷൻ. ശരി, ഇനി നമ്മളെ സയന്റിഫിക് നൊട്ടേഷൻ വെച്ചിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ആണ്. അതായത് അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ തുടങ്ങിയിട്ടുള്ള കുറച്ച് ക്രിയകൾ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി, നോക്കിക്കോ. ആദ്യം നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിക്കുന്നത്. ഞാൻ എഴുതുന്നത് 2.54 into 2.0 into 2.54 into 10 raised to 25 into 2.0 into 10 raised to 11. Okay. ഞാൻ 2 നമ്പേഴ്സുകൾ എഴുതി. 2.54 into 10 raised to 25, then 2.0 into 10 raised to 11. ഓക്കെ, ശരി, ഇതാ നോക്കിക്കോ. ഇവിടെ എന്താണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം 10ന്റെ പവറുകളെല്ലാം കൂടി എന്ത് ചെയ്യുക? ഒരേ സൈഡിലോട്ട് കൊണ്ടുവരിക. 10ന്റെ പവറുകളെല്ലാം കൂടി ഒരേ സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പൊ 10ന്റെ പവർ ആക്കി എഴുതാൻ നിങ്ങൾക്ക് അറിയാം, അറിഞ്ഞൂടെ? ഇപ്പൊ അതാ ഒരു എക്സാമ്പിൾ പറയുന്നു. 3000 എങ്ങനെ നമുക്ക് 10ന്റെ പവർ ആക്കി എഴുതാം? ആദ്യം നമ്മൾ അവിടുത്തെ ആ ഹോൾ നമ്പർ എടുക്കുക. എന്താണ് അവിടുത്തെ ഹോൾ നമ്പർ? 3 ആണ് ഹോൾ നമ്പർ അല്ലേ? ആ 3നെ എടുക്കുക. അത് കഴിഞ്ഞ് എത്ര 0 ഉണ്ടെന്ന് എണ്ണി നോക്കുക. എത്ര 0 ഉണ്ട്? 3 0 ഉണ്ട് അല്ലേ? 3 0 ഉണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതാം? 10 raised to 3. കണ്ടോ? 300 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 10 raised to എത്ര 0 ഉണ്ട്? 2 0 ഉള്ളു. അപ്പൊ 10 raised to 2. കണ്ടോ? ഇനി 2.57000 ഇങ്ങനെയാണ് ഒരു നമ്പർ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പോയിന്റ് വരെയുള്ള ഹോൾ നമ്പേഴ്സുകൾ നമ്മൾ എടുക്കുക. 0 അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്പേഴ്സുകൾ എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2.57 into 10 raised to ബാക്കിന് എത്ര 0 ഉണ്ട്? 3 0 ഉണ്ട്. അപ്പൊ 10 raised to 3. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പവർ ആക്കി എഴുതുന്നത്. അപ്പൊ അത് കണക്കാണ് ഇവിടെയും പവർ ആക്കി എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ 10ന്റെ പവറുകൾ എന്ത് ചെയ്യുക? എല്ലാം കൂടി ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. ബാക്കിയുള്ള ഫ്രാക്ഷൻസുകൾ 2 എണ്ണവും വേറൊരു സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2.54 into 2.0. അത് കഴിഞ്ഞിട്ട്
10⁻25 into 10⁻11. ഓക്കെ, ശരി. ഇത് രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്യുക. ഇത് രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? പോയിന്റ് കളഞ്ഞിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 254 20 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 508 അല്ലേ? 508, പിന്നെ ഒരു 0 കൂടി വരും അല്ലേ? ശരി, ഇനി എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? ഇവിടെ 2, ഇവിടെ 1, മൊത്തം 3 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? 5.08 അല്ലേ? അപ്പൊ ആൻസർ എന്തെന്ന് കിട്ടി? 5.08. ഓക്കെ, ശരി. ഇനി ഇവിടെ നോക്കുക. ഇവിടെ ഏത് ഫോമിലാ കിടക്കുന്നത്? നിങ്ങൾ മാത്സിനകത്ത് കുറെ ഇക്വേഷൻസുകൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു ഇക്വേഷൻ ആണ് a⁻m into a⁻n അല്ലേ? എന്താണ് അതിന്റെ ആൻസർ? a⁻m plus n അല്ലേ? ഇവിടെ നോക്ക്, എയുടെ സ്ഥാനത്ത് 10 ആണ്, ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് 25, എന്നിന്റെ സ്ഥാനത്ത് 11. ശരി, ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10⁻25 plus 11 എത്ര കിട്ടി? 10⁻36 അല്ലേ? അപ്പൊ ആൻസർ നമുക്ക് ഫൈനൽ ആൻസർ എന്താന്ന് കിട്ടി? 5.08 into 10⁻36. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 2 ഫ്രാക്ഷൻസുകളെ ഒരു സൈഡിൽ കൊണ്ടുവന്നു, 10ന്റെ പവറിനെ മറ്റൊരു സൈഡിൽ കൊണ്ടുവന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഫ്രാക്ഷൻസ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? 10ന്റെ പവറുകൾ a⁻m into a⁻n എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അതിന്റെ ആൻസറും കണ്ടുപിടിച്ചു. ഓക്കെ, ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്തും ചെയ്യുന്നത്? ഡിവിഷനും ചെയ്യുന്നത്. ഓക്കെ, ശരി, നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കാം. ഡിവിഷൻ ഞാൻ തന്നിരിക്കുന്നു. ഒന്നാമത്തെ എന്ന് വെച്ചാൽ 25 into 10⁻4 divided by 0.5 into 10⁻7. ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്ത അതേ കണക്ക് തന്നെ ഫ്രാക്ഷൻസുകളെ എന്ത് ചെയ്യുക? ഒരേ സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 25 divided by 0.5 കണ്ടോ? ഇനി എന്ത് ചെയ്യുക? 10ന്റെ പവറിനെ എല്ലാം കൂടി ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്ത് കിട്ടും? 10⁻4 divided by 10⁻7 ഇല്ലേ? ഓക്കെ, അപ്പോ 25നെ എന്ത് ചെയ്യുക? 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടും? 50 എന്ന് കിട്ടും ഇല്ലേ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഏതാണ് കിടക്കുന്ന ഇക്വേഷൻ? a⁻m divided by a⁻n ആ ഫോമില കിടക്കുന്നത് അല്ലേ? അതിന്റെ ആൻസർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? a⁻m - n അല്ലേ? സ്വാഭാവികമായിട്ട് ഇവിടെ എന്തെന്ന് എഴുതും? 10⁻4 - 7 എത്രയെന്ന് കിട്ടും? 10⁻³ എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയെന്ന് കിട്ടി? 50 into 10⁻³ കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ